മൂഴിയാറിൽ നിന്നൊരു വാർത്തയിലേക്കാണ്. മൂഴിയാർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡാമിന്റെ മുന്നറിയിപ്പ് നില 190 മീറ്റർ പിന്നിട്ടതോടെ ഷട്ടറുകൾ തുറന്നേക്കും. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ശ്രീരാജ് ഉണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും. ശ്രീരാജ്, കഴിഞ്ഞ ദിവസം ഈ മൂഴിയാർ ഡാമിലെ മുന്നറിയിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിന്നിരുന്നു. നിലവിൽ അവിടെ എന്താണ് സാഹചര്യം? ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് എപ്പോഴാണ് അന്തിമ തീരുമാനമുണ്ടാകുക? വിവരങ്ങൾ എന്താണ്? ഗൗതം, നിലവിൽ വെള്ളത്തിന്റെ അളവ്, ജലത്തിന്റെ അളവ് റെഡ് അലർട്ട് ലെവലായ 190 മീറ്ററിൽ എത്തിയിട്ടുണ്ട്. ഡാമിന്റെ പരമാവധി ശേഷി 192.63 മീറ്റർ ആണ്. അത് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ പരമാവധി സുരക്ഷിത ശേഷി അതാണ്. ആ ശേഷി എത്തിക്കഴിഞ്ഞാൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ ആ ലെവലിലേക്ക് വെള്ളത്തിന്റെ ജലനിരപ്പ് എത്താനുള്ള സാധ്യതയാണുള്ളത്. പല പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്നുണ്ട്. റാന്നി, കോന്നി അടക്കമുള്ള മലയോര മേഖലകളിലും മഴ ശക്തമായി തുടരുന്നുണ്ട്. പെരുന്നാട് അടക്കമുള്ള ഭാഗങ്ങളിൽ രാവിലെ മുതൽ തന്നെ, ഇന്നലെ രാത്രിയോടൊക്കെ തന്നെ ശക്തമായ മഴ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡാം തുറക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞാൽ അതിനെ ബാധിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷിത ഇടത്തേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ എന്ത് കാരണവശാലും ഈ നദിയിലേക്ക് ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കാനും ആളുകൾക്ക് നിർദ്ദേശം നൽകി. മഴ നിലവിൽ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടി കൂടുതൽ ആളുകളെ പല ഇടങ്ങളിൽ നിന്നും ഒഴിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ വരെ ഏകദേശം 3500-ലധികം ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി കൂടുതൽ ആളുകളെ ഈ ബാധിത പ്രദേശത്ത്, അല്ലെങ്കിൽ ബാധിക്കാനിടയുള്ള പ്രദേശത്ത് നിന്നും മാറ്റി മറ്റ് സുരക്ഷിത ക്യാമ്പുകളിലേക്കും മറ്റും മാറ്റാനുള്ള നീക്കമാണ് നിലവിൽ നടക്കുന്നത്. എന്തായാലും ആറന്മുള, തിരുവല്ല അടക്കം താഴ്ന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വെള്ളം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജലനിരപ്പ് കൂടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. മഴ കനക്കുന്നതോടെ ഈ മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നതോടെ റാന്നി അടക്കമുള്ള മേഖലകളിൽ വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കും, ജലനിരപ്പ് വർദ്ധിക്കും. സ്വാഭാവികമായും റാന്നിയിൽ ഉയരുന്ന ജലനിരപ്പ് ആറന്മുളയിലേക്കായിരിക്കും എത്തുക. മണിമലയാറ് ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ തിരുവല്ല അടക്കമുള്ള അപ്പർ കുട്ടനാട് മേഖലയും വെള്ളത്തിലാകും. അത്തരത്തിൽ പത്തനംതിട്ട ജില്ലയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം നിലവിൽ മഴക്കെടുതിയുടെ ആശങ്കയിൽ തന്നെയാണുള്ളത്. ശക്തമായി മഴ തുടരുന്നത് വലിയ ആശങ്കയായി തുടരുന്നു. മലയോര മേഖലകളിലാണ് ഇപ്പോൾ ശക്തമായി മഴ പെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മുൻകരുതലുകൾ സ്വീകരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായി വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് എന്നാണ് നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഗൗതം, ശരി, ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മൂഴിയാർ ഡാമിൽ ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. അവിടെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഡാം തുറക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.